പാപ്പയും മക്കളും രാവിലെ തന്നെ ചെമ്മണ്ണും പരുതി ഇറങ്ങിയാന്ന്. എന്തിനാ ചെമ്മണ്ണെന്നല്ലേ, ഇന്ന് പൂരാന്ന്. അപ്പോൾ കാമന ഉണ്ടാക്കണം, അതിനു വേണ്ടി ചെമ്മണ്ണ് നിർബന്ധമാണ്. അങ്ങനെ ദേവൂട്ടിനാണ് ഇവിടെ ചെമ്മണ്ണിടുന്ന് കണ്ടുപിടിച്ചേ. അങ്ങനെ ചെമ്മണ്ണിത ഒരു സഞ്ചീൻ്റെ കാഭാഗം ചെമ്മണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ത്രില്ലിലാണ്. അവർ ഈ കാമനയാക്കലും പരിപാടിയെല്ലാം ഭയങ്കര സന്തോഷമാണ്. സഞ്ചി പിടിക്കുന്നതിന് വരെ മത്സരമാണ്. കണ്ട അച്ചു സഞ്ചി പിടിക്കാൻ പറ്റേണ്ടത് സങ്കടമായി. അവസാനം ഒരു മൂല പിടിക്കാൻ കൊടുത്തപ്പോൾ ഓക്ക് സന്തോഷമായ. അങ്ങനെ മൂന്നാളും കൂടി എങ്ങനെയല്ലോ അത് പിടിച്ച് നടന്ന് ഇവിടെ എത്തി. ഇനി അടുത്ത പരിപാടി, ഈ മണ്ണ് അരിക്കണേ. അരിച്ച് നല്ല നൈസ് പൊടിയാക്കിയിട്ട് വേണം ഇത് വെള്ളമൊഴിച്ച് കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളും എല്ലാവരും കൂടിയിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ അച്ഛമോള് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്, ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല കുഴച്ച് നല്ലൊരു പരിവാക്കിയിട്ട് വേണം കാമന ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങൽ. ഇതാ മമ്മി നോക്കിയാട്ടെ, ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലാണ് ഓള് മണ്ണരിക്കുന്നത്. അപ്പോൾ അരിക്കൽ ഏതാണ്ട് കഴിഞ്ഞ് ഇനി കുഴച്ച് മണ്ണ് സെറ്റാക്കണം. പിന്നെ ഈ മണ്ണ് കളിക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മക്കൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. പക്ഷേങ്കിൽ സത്യം പറയല്ല, നമുക്കിതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു പരിപാടിയെ ഇത് കണ്ട കുരുമുളകിൻ്റെ ചപ്പ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമന അതിൻ്റെ മുകളിൽ ഇരുത്തുകയായി, ഈ ചപ്പിൻ്റെ മുകളിൽ. ശരിക്കും കാഞ്ഞിര ചപ്പാവണ്ടേ, അത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുരുമുളകിൻ്റെ ചപ്പിൽ തൽക്കാലം ഒപ്പിച്ച്. ഇതാ മമ്മി കാമന ഉരുട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇവരെ സ്ഥലം അഴീക്കോടാണ്. അപ്പോൾ അഴീക്കോട് ഭാഗത്തെല്ലാം കാമന ഇങ്ങനെ ഉരുട്ടിയിട്ടാക്കുക. പക്ഷെ നമ്മളിവിടെ ഏതാണ്ട് ഒരു ചതുരത്തിലാണ് കാമനയാക്കുക. ഇത് അച്ഛമോക്ക് സങ്കടമായേ. നോക്കുമ്പോൾ എന്താണ്, കാമന ഉരുട്ടിയിട്ട് ആകുന്നില്ല. ഓക്ക് അവളെ കുഞ്ഞി കയ്യിനെ കൊണ്ടാക്കിയിട്ടാവണ്ടേ. ജാനുമോളും ആക്കുന്നുണ്ട്, ദേവൂട്ടിനും ആക്കുന്നുണ്ട്. എന്നാലോ ആർക്കും ഒരു കൃത്യമായ രൂപം കിട്ടുന്നില്ല. എന്നാലും എല്ലാവരും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അച്ചുമോക്ക് ഭയങ്കര സങ്കടമാണ്. നോക്കിയാട്ടെ, എന്ത് ശ്രമിച്ചിട്ടും ആവുന്നില്ല. ഓൾക്കാകെ സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം. അവസാനം ഒന്നും ചെയ്യാൻ കഴിയാണ്ട് മമ്മീൻ്റെ സൈഡിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിച്ച്, എന്താ മോക്ക് ആക്കാൻ കഴിയാത്തേന്നേ. ഓളെ ഡയലോഗ് കേട്ടോ. ചേച്ചിക്കാവുന്നുണ്ടല്ലോ പറഞ്ഞോലാ. അച്ചു ചെറുതല്ലേ അച്ചു, അതുകൊണ്ടാവാത്തേ. പിന്നെ അതുകൊണ്ടാ അവിടുത്തെ പപ്പ അങ്ങോട്ട്. ജാനു ഇതിൻ്റെ അകത്ത് കുറേ അധികം വെള്ളയിച്ചുകൊണ്ട് ആവുന്നില്ല എന്നാണ് മോള് പറയുന്നത്. അവസാനം പപ്പ എന്നെ ഇറങ്ങി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കുന്ന രീതി മോക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ മോളെ കരച്ചിലങ്ങ് നിർത്തി കുറച്ചൊരു സമാധാനമായേ. എന്നിട്ട് മോള് ചെറുങ്ങനെ ആക്കി നോക്കുമ്പോഴത്തേക്ക് മറ്റൊരു ഏലിയനെ പോലെ ഉള്ളു. നോക്കിയിട്ട് ഒരു ചെറിയൊരു കാമൻ. അപ്പോൾ തൽക്കാലം ഒക്കെ കുറച്ചൊരു സമാധാനം ഇത്രയെങ്കിലും ആവുന്നുണ്ടല്ല. എന്തായാലും മക്കളെപ്പുറം ഇതുപോലെ മണ്ണ് കൊയ്ക്കലും പരിപാടിയൊക്കെ ആയപ്പോണ്ടല്ല, ശരിക്ക് നമ്മളെ കുട്ടിക്കാലത്തിലേക്കാണ് പോയത്. ചെറുപ്പത്തിൽ മണ്ണിനെ കൊണ്ട് കാമന ഉണ്ടാക്കുന്നത്, ചോറും കൂട്ടാനായി കളിക്കുന്നത്, അങ്ങനെയുള്ളൊരു ഒരു കാലത്തേക്ക് നമ്മുടെ മനസ്സും ഒന്ന് തിരിച്ചു പോയി. അപ്പോൾ മമ്മിയും ജാനുവും കൂടിയിട്ട് ഇതാ കാമന ഏതാണ്ടാക്കിയിട്ടുണ്ടേ. കാമന കണ്ടിട്ട് മമ്മിക്ക് തന്നെ ചിരി വരുക. ഞാൻ പറഞ്ഞ് ഇതെന്നാണ് ഒരു ഗ്രഹണം പിടിച്ചൊരു കാമനെ പോലാന്ന്. ഇത് അപ്പോഴത്തേക്ക് ജാനുവിന് ദേഷ്യം വന്ന്. എന്തോ അതിനൊരു ലുക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെയല്ല ആക്കുക. അത് കണ്ടപ്പോൾ അത് എനിക്കങ്ങനെ പറയാൻ തോന്നിയേ. അപ്പോൾ നോക്കിയാട്ടെ, കാമൻ്റെ കണ്ണ് രണ്ട് കാണുമ്പോൾ തന്നെ പേടിയാവുക, കുന്നിക്കുരെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഞാനാക്കിയ കാമനെ കണ്ടേ, നല്ല ക്യൂട്ട് കാമൻ. ഇതാ ഇപ്പുറത്തെ സൈഡ് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കേ. ഞാൻ തിരക്കുടിച്ചാക്കിക്കൊണ്ട് നടുക്കത്തത് മാത്രം നല്ല വൃത്തിയിലാക്കിനെ, രണ്ടാമത്തത് ഏതാണ്ട് ആക്കി ഒപ്പിച്ചാണ്. എന്തായാലും മക്കൾക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ. മക്കൾ പറഞ്ഞ് പപ്പിയാക്കിയ കാമ മതി, മമ്മിയാക്കിയ കാമന വേണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനമായി. അച്ചോ, കാമനയാക്കി മതിയായാ? തോറ്റാ? അച്ചു ഇങ്ങോട്ടോക്ക്. അച്ചു കാമനാക്കിയിട്ട് തോറ്റുപോയാ? അച്ചുവിനെ ഏതാണ്ട് ആക്കിയാക്കി മതിയായേ. ആവുന്നില്ല, അതാണ്. ഇനി നമ്മൾ അടുത്ത പരിപാടി വിളക്ക് മറ്റു പരിപാടിയാണ്. വിളക്ക് കത്തിക്കണം. അപ്പോൾ തലേന്നേ മമ്മി വിളക്കെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി വിളക്ക് കത്തിക്കേണ്ട പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പൂക്കൾ പറിക്കണേ. ഇത് മമ്മി രാവിലെ തന്നെ പൂക്കളിനെ പറിച്ച് സെറ്റാക്കിയതാണ് കാമൻ്റെ കൊട. ഇനി ബാക്കി പൂക്കൾ കൂടി പറിക്കണം. അങ്ങനെ രാവിലെ മണ്ണിലുള്ള പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞ് മക്കളെല്ലാം നല്ല കുളിച്ച് വൃത്തിയായി. ഇനി പൂപ്പറിക്കൽ പരിപാടിയാണ് നടക്കുന്നത്. ഇനി ഈ പൂവെല്ലാം കൂടി പറിച്ച് കാമനെ അവിടെ കൊണ്ട് ഇരുത്തി ഇനി പൂവിട്ട് വിളക്കെത്തിക്കൽ, അങ്ങനെയുള്ള പരിപാടിയാണ് അടുത്തത്. അപ്പോഴിനി അടുത്തത് കാമന ആത്ത് കൊണ്ടുവരണം. ദേവൂട്ടിനാക്കിയ കാമൻ, ഇതും മമ്മിയാക്കിയ കാമനെ. രണ്ടിനും കാണുമ്പോൾ പേടിയാവുന്നു. അപ്പോൾ ഇതാ നമ്മളാക്കിയ കാമനുണ്ട്. അതിനെ നമ്മളിനി അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇലേൻ്റെ മുകളിൽ അവിടെ ഇരുത്തുക ചെയ്യാം. നമ്മൾ 3 കാമനാക്കിയേ.
ചില സ്ഥലങ്ങളിൽ അത് 4 ഉണ്ടാവും, 6 ഉണ്ടാവും, 8 ഉണ്ടാവും. ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. പക്ഷെ എന്താ, ഇതിനൊന്നും അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മളങ്ങനെ ചെയ്തങ്ങ് പോവുക, അത്രമാത്രം. ഇതെല്ലൊരു വിശ്വാസമാണ്. ഒന്നിനെയും ഉപദ്രവിക്കാണ്ട് പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു വിശ്വാസം, ഒരു സംസ്കാരം. എന്തായാലും നമ്മളൊക്കെ ഇത് വളരെയധികം ആസ്വദിക്കുന്നത് കാരണം ചെറുതിൽ നമ്മളിത് ചെയ്തതാണ്. വലുതായിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് നല്ല ആസ്വാദനം. അത് നമ്മളെ മക്കൾക്ക് കൂടി നമ്മൾ പകർന്നു കൊടുക്കുന്നത്. നമ്മളെ മക്കൾക്കും ഇത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇനിയോ അവർ വലുതായി കഴിഞ്ഞാലും അവരുടെ ചെറുപ്പകാലത്തുള്ള ഈ ആചാരങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഒരു സുന്ദര സ്വപ്നമായി എന്നും ഉണ്ടാവും. ഒരു കാര്യത്തിൽ നമ്മളെ മക്കൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്ന് മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഇതുപോലെ നമ്മുടെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാം. വയസ്സായി കഴിഞ്ഞാലും അവർക്ക് കാണാം. ആ കാര്യത്തിൽ നമ്മളാണ് തീരെ ഭാഗ്യമില്ലാത്ത ആൾക്കാർ. നമുക്കിതൊക്കെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ, നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. കാമന നമ്മളവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി കാമന് പൂട്ട് കാമന മൂടണം പൂവിനെ കൊണ്ട്. പിന്നെ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ടല്ലോ, ഇനി അരിയിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. നോക്കിയിട്ട് മോളെ നല്ല താല്പര്യത്തോടെ ചെയ്യുക. മമ്മി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഓള് വരെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഓള് ചെയ്യുന്നുണ്ട്. കണ്ട, ഇത് മമ്മി നേരത്തെ ആക്കി വെച്ച കൊട. അത് കാമൻ്റെ തലയിൽ അവിടെ കുത്തിവെക്കുക ചെയ്യുക. കാമൻ്റെ കൊട എന്നാണ് നമ്മളിവിടെ പറയല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ കാമൻ നല്ല ബ്യൂട്ടിഫുള്ളാവും. നല്ല പൂവിൻ്റെ നടുക്ക് നല്ല സുന്ദരനായ കാമൻ. ഓരോരാളും ഇതുപോലെ പൂടണം, എന്നിട്ട് അരിയിട്ട് കാമനെ പ്രാർത്ഥിക്കണം. ശരിക്കും കാമൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അതായത് കാമദേവനെ ആരാധിക്കുക. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാമദേവനെ പൂജിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭാര്യയെ സ്നേഹിക്കുന്ന നല്ല ഭർത്താവ്, ഭാര്യയെ മനസ്സിലാക്കുന്ന നല്ല ഭർത്താവ്, ഭാര്യ ആഗ്രഹിക്കുന്ന എല്ലാവിധത്തിലുള്ള സുഖവും നൽകാൻ പറ്റുന്ന നല്ല ഭർത്താവിനെ കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ഇതുപോലുള്ള പൂജ അതിനു വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ നല്ല ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ്. എല്ലാ പെൺകുട്ടികൾക്കും നല്ല ഭർത്താക്കന്മാരെ കിട്ടാനും എല്ലാ ഭർത്താക്കന്മാർക്കും നല്ല ഭാര്യമാരെ കിട്ടാനും വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മനുഷ്യരെല്ലാവരും പ്രാർത്ഥിക്കുന്ന അവരെ കാര്യങ്ങൾ സാധിക്കാൻ. എല്ലാവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുമെന്നും സാധിച്ചെടുക്കുമെന്നും എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിൽ നന്മയോടെ സദുദ്ദേശത്തോടെയുള്ള നല്ല ആഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ ഒന്നിലും കുറ്റം കാണാതിരിക്കുക, ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, നമ്മുടെ മനസ്സിൽ നന്മ മാത്രം ഉണ്ടാക്കുക, നന്മ നിറയ്ക്കുക. അങ്ങനെ നിറഞ്ഞ നന്മയുള്ള ഒരു മനസ്സിൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ സമയം ഉച്ചയായി. അപ്പം ഈ കാമന് കഞ്ഞി കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. ഉപ്പില്ലാത്ത കഞ്ഞിയാണ് കൊടുക്കുക. ഈ കഞ്ഞി കൊടുക്കുന്നതിനെ പറ്റി ഒരു പാട്ട് തന്നെയുണ്ട്. ചെറുപ്പത്തിൽ നമ്മളത് പാടാറുണ്ട്. അപ്പോഴും നമ്മൾ ആദ്യം മുറ്റത്ത് കാമന് കഞ്ഞി കൊടുത്ത് അതിനുശേഷം അകത്ത് കാമന് കഞ്ഞി കൊടുക്കണം. ഇതിലാണ് കിണറിനെടുക്കുക ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. പക്ഷേ നമ്മളത് ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. അപ്പോഴും നമ്മൾ കാമന് കഞ്ഞി കൊടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് നമ്മൾ എല്ലാവരും അകത്തേക്ക് അങ്ങ് പോയി. നോക്കിയട്ടെ, കാമൻ നല്ല സുന്ദരനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. 3 ആളെ ഇതാ മമ്മിയാക്കിയ ആളിതാ കണ്ണും മുഴിച്ച് പുറത്ത് തന്നെയുണ്ട്. ദേവൂട്ടനാക്കിയത് ഏലിയനെ പോലത്തെ കാമൻ, അതും പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി രാത്രിയാണ് അടുത്ത പരിപാടി. അതായത് കാമനെ നമ്മൾ യാത്ര അയക്കണം. പൂരത്തിൻ്റെ അന്ന് രാത്രിയാണ് നമ്മൾ കാമനെ യാത്ര അയക്കുക. പഴയ മുറത്തിൽ വെച്ചിട്ടാണ് പണ്ടേ ഇത് ചെയ്യൽ. അതന്നെ നമ്മളിപ്പുറം തുടരുന്ന്. പഴയ മുറം എവിടുന്നോ സംഘടിപ്പിച്ച് അതിൽ തന്നെ കാമന കിടത്തണം. അതിനുശേഷം നമ്മളെ വിളക്ക്, ഈ അരി, ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. കാമന യാത്ര അയക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊരു പ്ലാവിൻ്റെ കീഴിലാണ് പണ്ട് കൊണ്ടാക്കൽ. പക്ഷേങ്കിൽ എൻ്റെ വളപ്പിൽ പ്ലാവില്ലാത്തത് കൊണ്ട് അവിടെ ഒരു മാവുണ്ട്, ഒരു കപ്പത്തയുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ കൊണ്ട് വെക്കുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. അതിനു മുമ്പ് ഇതുപോലെ ഇങ്ങനെ ചുറ്റണം കേട്ടോ. 3 പ്രാവശ്യം വിളക്കെടുത്ത് ചുറ്റണം. എനിക്ക് ചെറുതിലോർമ്മയുണ്ട്, നമ്മൾ രാത്രി ഇതുപോലെ ദൂരെയുള്ള പ്ലാവിൻ്റെ അടുക്ക പറ്റി ഇതുപോലെ ചുറ്റുക ചെയ്യുക ടോർച്ച് എടുത്തിട്ട്. ശരിക്കും പേടിയാവും, പാമ്പുണ്ടാകുന്ന വിചാരിച്ച് പേടിയാവും. ഇപ്പം പിന്നെ മുറ്റത്ത് തന്നെയാണ് ചെയ്യുന്നത് കൊണ്ട് നല്ല വെളിച്ചമുണ്ട്, പേടിക്കാനില്ല. അപ്പോൾ കാമനെ നമ്മൾ നല്ല ഐശ്വര്യമായിട്ട് അവിടെ വെച്ച് വിളക്കെല്ലാം കത്തിച്ച് നമ്മൾ അവിടെയും പ്രാർത്ഥിക്കണം, കാമനോട് പ്രാർത്ഥിക്കണം. ഇത് കഴിഞ്ഞ് മറ്റൊരു കലാപരിപാടി ഉണ്ട്, നിങ്ങൾ കേട്ടോ, നല്ല രസമുള്ള പരിപാടിയാണ്.
കണ്ടില്ലേ, ഇതാണ് കുരവിടൽ, നമ്മൾ സിനിമയെല്ലാം പറയുന്ന സാധനം. മക്കളെല്ലാം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അത് ചെയ്തേ. ഇതാ ഇനി അടുത്ത നമ്മളെ പരിപാടി, നമ്മൾ പൂരത്തിൻ്റെ അടയുണ്ടാക്കലാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ചെറുതിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഈ സംഗതി ചെയ്യുക. ഇതുപോലെ പ്ലാവിൽ ഇങ്ങനെ മടക്കി അതിൻ്റെ ഉള്ളിൽ വിരലിനെ കൊണ്ട് അരി ഇങ്ങനെ പറ്റിക്കൽ എന്നുള്ളത് ഒരു റിസ്ക് ഏർപ്പാടാണ്. എന്നാലും എല്ലാവരും കൂടി ഇരുന്ന് മെനക്കെട്ട് ഇത് ചെയ്യും. ഇപ്രാവശ്യം മമ്മി മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നരിക്കുന്ന സാധനം കണ്ട തേങ്ങയും ബെല്ലും ഒക്കെ കൂടി നിറച്ച് ഇതുപോലെ ഈർക്കൽ കൊണ്ട് കുത്തി അവിടെ ടൈറ്റാക്കി വെക്കും. എന്നിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് സാധനം. നോക്കിയാൽ നമ്മൾ ആവിയിൽ വേവിക്കുന്നത് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ വേവിക്കുക. ഇതിൽ നിറച്ച് വെച്ചിട്ട് 2-3 ട്രിപ്പ് നമ്മളാക്കും. സാധനമായിട്ടുണ്ട്. ഇതാ അച്ചു ഫസ്റ്റ് ഉദ്ഘാടനം കഴിച്ചേ. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ മണവും ഒക്കെ കൂടി ഉണ്ടല്ലോ, അടിപൊളിയാണ്. നമ്മുടെ ചെറുപ്പകാല ഓർമ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പൂരത്തിനുണ്ടാക്കുന്ന അട. ഈ അട കൂടി തിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂരത്തിൻ്റെ പരിപാടി ഏതാണ്ട് അവസാനിപ്പിച്ച് കിടന്നുറങ്ങുക. അപ്പോഴത്തേക്ക് സമയം 12 മണിയാവുക. ഇതാ മക്കളെ നോക്കിയാട്ടെ, നല്ല ക്ഷീണമായി ഉറക്കം വന്ന്. ഇത് അച്ഛൻ്റെ നോട്ടം കണ്ട, വെറുതെ പപ്പേനെ നോക്കി പേടിപ്പിക്കുന്നതാ. എല്ലാവർക്കും ഉറക്കം വന്ന്. അപ്പോൾ ഇതാ മക്കൾ മൊബൈലിൽ കളിയാന്ന് കുറച്ച് സമയം. അപ്പോൾ ഇത് കൂടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഏതാണ്ട് തീർന്നേ. രാവിലെ എണീച്ചപാടുണ്ടേ മക്കൾക്കൊരു സൂക്കട്, നമുക്ക് കാമനെ പോയിട്ട് കാണണം പപ്പയെന്നും പറഞ്ഞിട്ട്. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ രാവിലെ തന്നെ പോയിട്ട് കാമനെ ഒന്ന് കാണുവേ. അതൊരു സുഖമാണ്. നമ്മൾ ഇത്ര ദിവസം ആക്കി വെച്ച് വളക്കെല്ലാം കത്തിച്ച് പൂച്ച കാമനെ കാട്ടിൽ കൊണ്ടാക്കി എന്നുള്ളത് ചെറിയൊരു സങ്കടമാണ്. ഇത് അച്ഛമോക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിനി. അങ്ങനെ മക്കൾ കുറച്ച് സമയം കാമനെ നോക്കി അങ്ങനെ നേരം കൂട്ടി. അങ്ങനെ അച്യുത മനസ്സോടെ അകത്തേക്ക് അങ്ങനെ നടന്നു പോയി. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പൂരം ഇവിടെ കഴിഞ്ഞ് ഇനി അടുത്ത വർഷമാണ്. പക്ഷേ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞോടെ നമുക്ക് വിഷു വരാനുണ്ട്, ഓണം വരാനുണ്ട്, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ വരാനുണ്ട്. അങ്ങനെ പൂക്കളും പടക്കങ്ങളും മറ്റുമായി ആഘോഷങ്ങളിങ്ങനെ ഒരുപാട് നമുക്കുണ്ട്. ഇതെല്ലാം നമ്മൾ നല്ല സന്തോഷത്തോടെ ചെയ്യുക. ഒരിക്കലും ഈ വിധ ആചാരങ്ങളെ അന്ധവിശ്വാസമായി കാണാതെ ഇതൊരു നല്ല സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണാം. കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യമായി കാണാം. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹമായി കാണാം. അയൽവക്കക്കാരും നാട്ടുകാരുമായുള്ള ഐക്യമായി കാണാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ കാരണമായി കാണാം. ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മതങ്ങളിലും മനുഷ്യ മനസ്സിൽ നന്മയുണ്ടാക്കുന്ന സ്നേഹമുണ്ടാക്കുന്ന ഇതുപോലെ ഒരുപാട് ആചാരങ്ങളുണ്ട്. നമുക്കതിനെയൊക്കെ ബഹുമാനിക്കാം, അതിനെയൊക്കെ സ്നേഹിക്കാം, അതിനെയൊക്കെ അനുകരിക്കാം, പ്രോത്സാഹിപ്പിക്കാം. മനുഷ്യ മനസ്സിൽ നന്മ മാത്രം ഉണ്ടാകട്ടെ. അങ്ങനെ നന്മ മാത്രമുള്ള പ്രകൃതിയോട് സ്നേഹമുള്ള നല്ല മനുഷ്യരുണ്ടാവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പൂരത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല ആചാരങ്ങളെപ്പറ്റി തീർച്ചയായും അഭിപ്രായം പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.